നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്യാബിനറ്റ് ഷെറിന് ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്തതിനു പിന്നാലെ പലതരം ആരോപണങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോഴത്തെ കാലത്തും ജയിലിൽ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകൾ അടക്കമാണ് കഴിഞ്ഞ ദിവസം ഷെറിൻ കേസുമായി ബന്ധപ്പെട്ട് വന്നത്. ഭാസ്കര കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷെറിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സഹതടവുകാരി സുനിത. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് കിട്ടിയത് VIP പരിഗണനയായിരുന്നുവെന്ന് സുനിത പറഞ്ഞു. ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ കിട്ടിയിരുന്നു. ഷെറിന് VIP പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ DIG പ്രദീപ് ആണെന്നും സുനിത ആരോപിച്ചു. 2013 ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ. എന്നാൽ ഷെറിന് സ്വന്തം വസ്ത്രങ്ങളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പല സൗകര്യങ്ങളും കിട്ടിയിരുന്നതായാണ് സുനിതയുടെ വെളിപ്പെടുത്തൽ. മാത്രമല്ല, പല ദിവസങ്ങളും രാത്രി 7 മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത പറഞ്ഞു. ഷെറിന് ആഹാരം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട. 3 നേരവും അവർ പറയുന്ന ഭക്ഷണം ജയിൽ ജീവനക്കാർ പുറത്തു നിന്ന് വാങ്ങി നൽകും. സ്വന്തം മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. തടവുകാർക്കുള്ള വസ്ത്രമല്ല ഷെറിൻ ധരിച്ചിരുന്നത്, മേക്കപ്പ് സാധനങ്ങളും കിട്ടിയിരുന്നു. പായ, തലേണ, മൊന്ത എന്നിവയാണ് സഹ തടവുകാർക്ക് ജയിലിൽ നൽകുന്നത്. എന്നാൽ ഷെറിന് കിടക്ക, പ്രത്യേകം തലേണ, കണ്ണാടി, നിറയെ വസ്ത്രങ്ങൾ, ആയിരക്കണക്കിന് രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ തുടങ്ങിയവ കിട്ടിയിരുന്നു. ഇതിൽ സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. പിന്നീട് കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതി ബിന്ധ്യ തോമസ് ജയിലിലെത്തി. ഷെറിന്റെ ഫോൺ പിന്നീട് ബിന്ധ്യയ്ക്ക് കൊടുത്തു. ആ സമയത്ത് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായില്ല. പിന്നീട് ജയിലിലെ പരാതിപ്പെട്ടിട്ടും പരാതി എഴുതിയിട്ടു, അതിലും നടപടി ഉണ്ടായില്ല. ഇതിനുശേഷം സൂപ്രണ്ടും അന്നത്തെ ജയിൽ DIG അടക്കമുള്ളവർ തന്നെ ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷെറിനെ കാണാൻ വരും. വൈകിട്ടാണ് വരാറുള്ളത്. ലോക്കപ്പിൽ നിന്ന് 7 മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിയാൽ 1-2 മണിക്കൂറിന് ശേഷമാണ് തിരികെ കയറ്റാറുള്ളത്. 1 മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം സഹിതം പരാതി നൽകിയിരുന്നു. എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ പ്രസ്താവന നടത്തിയെന്നും എനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് ഒരു നോട്ടീസാണ് എനിക്ക് കിട്ടിയത്. ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ തേടി. ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാ കുറ്റവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണമുണ്ട്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ നൽകിയിരുന്നു. ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ചു മനസ്സിലാക്കിയതോടെ ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിലെ 2 ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റി. പക്ഷേ അത് താൽക്കാലികമായ നടപടി മാത്രമായിരുന്നു. ഞാൻ വീണ്ടും വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഷെറിനെ അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റി. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് സഹതടവുകാരി ഷെറിനെതിരെ ആരോപിച്ചിരിക്കുന്നത്. അതേസമയം 2009 നവംബർ 8-നാണ് ചെറിയനാട് കാരണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി. ഷെറിന്റെ ആൺ സുഹൃത്ത് കുറിച്ചി സ്വദേശി ബാസിദ് അലി, ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിതിൻ, ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. ഭാസ്കര കാരണവരുടെ സ്വത്തിൽ ഷെറിനു കൂടി അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയ ആധാരം കാരണവർ റദ്ദു ചെയ്തതിലെ പകയും ബാസിദ് അലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുമാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. സംഭവം നടന്ന 7-ാം മാസം കേസിൽ കോടതി വിധി പറഞ്ഞു. കേസിലെ വിധി പ്രസ്താവത്തിന് ശേഷവും താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും എന്നാൽ കോടതി വിധിയെ മാനിക്കുകയാണെന്നുമായിരുന്നു ഷെറിന്റെ പ്രതികരണം. തങ്ങളാണ് കൃത്യം ചെയ്തതെന്നും ഷെറിൻ നിരപരാധിയാണെന്നും കൂട്ടുപ്രതികളും പ്രതികരിച്ചിരുന്നു. ഡാഡിയെ കൊല്ലണമെങ്കിൽ ഇവരുടെ സഹായം വേണോ? 2 ഗുളിക കൊടുത്താൽ പോരെ? അല്ലെങ്കിലും എന്നെ സംരക്ഷിക്കുന്ന ഡാഡിയെ ഞാൻ എന്തിനു കൊല്ലണം എന്നായിരുന്നു ഷെറിന്റെ ചോദ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.